തുർക്കിയിലെ ഇസ്താംബുളിൽ നേരിട്ട് കണ്ട ചർച്ച നടത്തുവാനുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണം യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി സ്വീകരിച്ചതിന് പിന്നാലെ റഷ്യയുടെ ഭാഗത്തു നിന്ന് വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ വെറുതെയായി. 30 ദിവസത്തേക്ക് വെടിനിർത്തണമെന്ന യുക്രൈന്റെ ആവശ്യം റഷ്യ തള്ളുകയും പിന്നാലെ ഡ്രോൺ ആക്രമണം വീണ്ടും ശക്തമാക്കുകയും ചെയ്തു. കൂടിക്കാഴ്ചയ്ക്കായി വ്യാഴാഴ്ച ഇസ്താംബൂളിൽ പുടിനെ കാത്തിരിക്കുമെന്ന് സെലൻസ്കി പറഞ്ഞതിന് റഷ്യ മറുപടി കൊടുത്തില്ല. വെടിനിർത്തണമെന്ന യുഎസും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയോട് ആവശ്യപ്പെട്ടപ്പോഴാണ് അതിനു പകരം തുർക്കിയിൽ ചർച്ച നടത്താമെന്ന് പുടിൻ നിർദ്ദേശിച്ചത്. ഞായറാഴ്ച രാത്രി 100-ലേറെ ഡ്രോണുകളാണ് റഷ്യ അയച്ചത്. ഇതിൽ 55 എണ്ണം തകർത്തതായി യുക്രൈൻ അറിയിച്ചു. തെക്കൻ യുക്രൈനിലെ ഒഡാസിയയിൽ വീടുകൾ തകർന്നു. ഇതിനിടെ റഷ്യയിലെ യുക്രൈൻ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും യുക്രൈൻ നടത്തുന്നുണ്ടെന്നും റഷ്യയിൽ നിന്ന് അനുകൂല പ്രതികരണം പ്രതീക്ഷിക്കുന്നതായും സെലൻസ്കി പറഞ്ഞു. അതേസമയം ഒമാൻ മധ്യസ്ഥതയിൽ ഇറാനും യുഎസും തമ്മിൽ ആണവ നിരായുധീകരണ ചർച്ചയിലൂടെ 4ാം റൗണ്ട് പിന്നിട്ടപ്പോൾ ഇരു രാജ്യങ്ങളും പ്രതീക്ഷയിലാണ്. എന്നാൽ ചർച്ചകൾ നടത്തുന്നതിനിടെയും യുഎസ് പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഏറ്റവും പുതിയ ഉപരോധങ്ങൾ 3 ഇറാനിയൻ പൗരന്മാരെയും ടെഹ്റാനിലെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ചുമായി ബന്ധമുള്ള ഒരു ഇറാനിയൻ സ്ഥാപനത്തെയും ലക്ഷ്യമിട്ടുള്ളതാണ്. ഇറാൻ ഇപ്പോഴും അവരുടെ ആണവ പദ്ധതി ഗണ്യമായി വികസിപ്പിക്കുകയും ആണവ യുദ്ധങ്ങൾക്കും ആണവായുധ വിതരണ സംവിധാനങ്ങൾക്കുമായി ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതും തുടരുകയാണെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. 2015-ലെ ആണവ കരാറിന് കീഴിൽ നിശ്ചയിച്ചിരുന്ന പരമാവധി 3.6%-നേക്കാൾ വളരെ കൂടുതലാണിത്. ഒരാണവായുധം നിർമ്മിക്കുന്നതിന് 90% സമ്പുഷ്ടീകരണം ആവശ്യമാണ്. ഇറാനുമായുള്ള 4ാം റൗണ്ട് ചർച്ചകൾ അവസാനിച്ച ശേഷം 1 ദിവസത്തിനു ശേഷമാണ് യുഎസ് പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചത്. ചർച്ചകൾക്ക് ശേഷം കാര്യമായ പുരോഗതിയൊന്നും പ്രഖ്യാപിച്ചില്ലെങ്കിലും ഇരുപക്ഷവും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു.